ഹലോ ഗായ്സ് എന്ന് പറ. വീഡിയോ ഹലോ, അപ്പം എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലേ? ഞാനും ഹാപ്പി ആയിട്ടിരിക്കുന്നു. പിന്നെ ചെറിയ ജലദോഷവും പനിയൊക്കെ ആയിട്ട് അങ്ങ് പോകുന്നു. അപ്പം ഇതാ ഞായറാഴ്ചയാണ് ഇന്ന്. അപ്പം ഞായറാഴ്ചയായിട്ട് എന്താണ് പരിപാടി എന്ന് ചോദിക്കുന്നവരോടൊക്കെ ഇതാ ഒരു പരിപാടി ഇതാണ്. ഇന്ന് ഞാൻ ഒരു യാത്ര പോവുകയാണ് കേട്ടോ. എൻ്റെ ഒരു ചങ്ങിനെ കാണാൻ വേണ്ടി പോവുകയാണ്. ഒരു കേറിക്കൂടലുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ആ പോകാൻ സാധിച്ചില്ല. എൻ്റെ ചങ്കൊരു പുതിയ വീടൊക്കെ വെച്ചു. അപ്പോൾ പുള്ളിക്കാരിയെ കാണാൻ വേണ്ടിയിട്ടായി പോവുകയാണ്. അപ്പോൾ കേറിക്കൂടലിന് പോകാൻ പറ്റാത്തതിൻ്റെ വലിയ പരിഭവമല്ല, മൊത്തത്തിൽ അങ്ങ് തീർത്തങ്ങ് പോയേക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ കുടുംബസമേതമാണ് പോകുന്നത് കേട്ടോ. ടുട്ടു ടുട്ടു റെയിൽവേ സ്റ്റേഷനിൽ വന്നും ട്രെയിൻ കണ്ടതിൻ്റെ കൗതുകവും സന്തോഷത്തോടാണ് നമ്മുടെ ടുട്ടു ഇരിക്കുന്നത്. അപ്പോഴത്തേക്ക് ഇതാ 7:45 ട്രെയിനിലാണ് രാവിലെ ഞങ്ങൾ പോകുന്നത്. ആ ട്രെയിൻ വന്നു കേട്ടോ. പൊന്നു മക്കളെ, നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ വീട്ടിൽ 5 മണിക്ക് ഇറങ്ങി കേട്ടോ വീട്ടിൽ നിന്ന്. അപ്പോൾ അതാ നല്ല തിരക്കൊക്കെ ഉണ്ട്, എന്താവും ഒന്നും അറിയത്തില്ല. അങ്ങനെയാണ് ഞങ്ങൾ ട്രെയിനിൽ കയറിയത്. അപ്പോൾ കയറിയപ്പോഴത്തേക്കും ഉണ്ട് നല്ല തിരക്കായതുകൊണ്ട് ഞങ്ങൾ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ കയറി. ഞാനും കൊച്ചുങ്ങളും കൂടി ചേട്ടായി അല്ലാണ്ട് മറ്റ് കമ്പാർട്ട്മെൻറ്റിൽ കയറി. നല്ല തിരക്കുണ്ടായിരുന്നു. ചേട്ടായി നിന്ന് പോവുകയൊക്കെ ചെയ്ത് ഞങ്ങൾക്ക് എന്തായാലും ഇരുന്ന് പോകാനുള്ള ഒക്കെ കിട്ടിയായിരുന്നു. ദൈവം അനുഗ്രഹിച്ച് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ പോയതുകൊണ്ട്. പക്ഷെ തിരിച്ചു വന്നപ്പോൾ എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ ഒരു തുള്ളി നിൽക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു. ടുട്ടുനെ ഞാൻ എൻ്റെ തോളയിൽ വെച്ചുകൊണ്ടാണ് നിന്നത്, ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ പോലും കേട്ടോ. നല്ല തിരക്കായിരുന്നു. എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞും വെക്കേഷൻ കഴിഞ്ഞ് ജോലിക്ക് പോകാൻ വേണ്ടിയൊക്കെ 2 ദിവസത്തെ ലീവാണല്ലോ, അതെല്ലാം കഴിഞ്ഞ് ജോലിക്ക് പോകുന്ന തിരക്കൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ കുറുമ്പൻ പിണങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എന്താണെന്നറിയത്തില്ല, ഭയങ്കര പിണക്കമൊക്കെയായിരുന്നു. സാധാരണ എന്താ പറയുക, ചെറിയ സന്തോഷവും തുള്ളിച്ചാട്ടമൊക്കെയാണ്, പക്ഷേ അതില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ, നീലേശ്വരത്തേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അതങ്ങനെ ഞങ്ങൾ നീലേശ്വരത്ത് വന്ന് ഇറങ്ങി, ട്രെയിനൊക്കെ ഇറങ്ങി കേട്ടോ. ഇറങ്ങി ഇവിടെ നിന്ന് ഓട്ടോ പിടിച്ച് പോകണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കുഞ്ഞുനാൾ തൊട്ടൊരു ചങ്കുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ കൂടെപ്പിറപ്പ് പോലെ കുഞ്ഞുനാൾ തൊട്ടുള്ളൊരു സുഹൃത്താണ്. എല്ലാവരും പറഞ്ഞു സുഹൃത്തുക്കൾ അങ്ങോട്ട് കൂട്ടുകൂടരുത്, അങ്ങനെ ചേരുന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ അന്നും ഇന്നും ചേച്ചിയായിട്ട് നല്ല കമ്പനിയായിട്ട് പോകുന്നു. പറഞ്ഞു തന്നവരവിടെ പറയുക. പക്ഷെ ഞാനെന്നും എന്താ പറയുക, നല്ലൊരു സുഹൃത്ത്. കാരണം എനിക്ക് ചേച്ചിയുടെ നല്ല അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്കങ്ങനെ നല്ല സപ്പോർട്ട്, നല്ല സ്നേഹമുള്ളൊരു സുഹൃത്തുക്കളെ നമ്മൾ തിരഞ്ഞെടുക്കുക. ഞാൻ അതുപോലെ തിരഞ്ഞെടുത്ത ഒരാളാണ്. എന്നും ചേച്ചി ഓപ്പൺ മൈൻഡഡ് നല്ലൊരു സപ്പോർട്ടായിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. അങ്ങനെ ഇതാ ഞാൻ ചേച്ചിയുടെ അടുത്ത് വന്ന് കുറേ വർഷങ്ങൾക്ക് ശേഷം കാണുന്നതാണ് കേട്ടോ. ചേച്ചിക്കും മാറ്റങ്ങളുണ്ട്, എനിക്കും നല്ല മാറ്റങ്ങളുണ്ട് കേട്ടോ. എന്നിൽ മാറ്റം നല്ലോണം തടി വെച്ചു എന്നാണ് ചേച്ചി പറഞ്ഞത്. ചേച്ചി പ്രതീക്ഷിച്ചേക്കാളും അപ്പുറമായിട്ട് ഞാൻ തടി വെച്ച് പോയെന്നാണ് ചേച്ചി പറഞ്ഞത് കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കുഞ്ഞുനാൾ തൊട്ടുള്ളൊരു ഫ്രണ്ട് അല്ലെങ്കിൽ ചങ്ക്, കൂടപ്പറപ്പിനേക്കാളും സ്നേഹമുള്ള ഒരാളുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക കേട്ടോ. എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണേലും ഞങ്ങൾ അത് കീപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ അങ്ങോട്ട് വിളിയും വർത്താനവും പുള്ളിക്കാരുടെ ഹസ്ബൻഡായിട്ട് സംസാരിക്കും. ഞങ്ങൾ ചേച്ചി ഇങ്ങോട്ടേക്ക് സീനുവിൻ്റെ അടുത്ത് സംസാരിക്കും ഒക്കെ ചെയ്യലുണ്ട്. അങ്ങനെ ചേച്ചി ഒരു കൊച്ചു വീട് വെച്ച്, അടിപൊളി വീടാണ്. ഞാൻ ആ വീട് കാണിച്ചു കേട്ടോ. അതെ കയറി വന്ന് കഴിയുമ്പോൾ എന്താ പറയുക, ഹാളിൽ തന്നെ സൈഡിൽ അതേ അടിപൊളി ഒരു പൂജാമുറിയൊക്കെ സെറ്റ് ചെയ്ത് ചേച്ചി ഒരു മനോഹരമായ കൊച്ചു വീട് വെച്ചേക്കട്ടോ. ചേച്ചിയും സുമിയേട്ടനും കൊച്ചും മാത്രമേ ഇവിടെ താമസിക്കുന്നത്. അവിടെ ഒരു റൂമുണ്ട്, അറ്റാച്ച് ബാത്റൂമും. പിന്നെ ഇവിടെ ഇതാ ടി വി ഒക്കെ വെച്ച് ഹാളിൽ ഇതൊരു ചെറിയ സിറ്റ് ഔട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതുണ്ട്, ഇതുപോലെ ഷീറ്റ് ഇട്ടേക്കുന്ന കേട്ടോ. ഫ്രണ്ടിൽ വീടിന് ചുറ്റും ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒരു റൂം, പിന്നെ ഡൈനിങ് റൂമും, അതുപോലെ തന്നെ അടുക്കളയുടെ പുറത്തുനിന്ന് ഒരു ബാത്റൂമും, പിന്നെ ഇത് പുറത്തേക്ക് പോകാൻ. അപ്പോൾ ഇനി ബാക്കി എന്താ പറയുക, ഫുൾ ചുറ്റൊക്കെ നല്ല ഷീറ്റൊക്കെ ഇട്ടിരിക്കുകയാണ്. അടിപൊളി സെറ്റിങ്ങൊക്കെയാണ്. എല്ലാ സാധനങ്ങളൊന്നും അവർ ആദ്യം താമസിച്ച് വിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. ഓരോന്നായിട്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ അത് വീടിൻ്റെ മുന്നിൽ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പ്ലെയിനായ സ്പേസ് ആട്ടോ. പിന്നെ അവിടെയൊക്കെ ഓരോ മരങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ സുമേട്ടനും സിനും കൂടെ ഇരുന്നിങ്ങനെ വീടിൻ്റെ കാര്യമൊക്കെ വെച്ച കാര്യമൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കേറിക്കുള്ളിൽ വ്യാഴാഴ്ചയായിരുന്നു, നമുക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ. കുഞ്ഞൂസും ജിത്തും ടുട്ടും ഒക്കെ ഇവിടെ നിന്ന് ഭയങ്കര കളിയൊക്കെയാണ്.
നമുക്ക് സുഹൃത്തുക്കൾ പല രീതിയിലാണ്. ഒന്ന് എന്താ പറയുക, സ്നേഹമുള്ള സുഹൃത്ത്, നല്ല കുഞ്ഞുനാൾ തൊട്ട് നമ്മൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് നമുക്ക് നല്ലൊരു കെയറും ഒക്കെ തരുന്നതായിരിക്കും. പക്ഷേ ചില ഫ്രണ്ട്സ് അങ്ങനെ ആയിരിക്കത്തില്ല, നമുക്ക് പാര മാത്രമേ പണിയാറുള്ളൂ. അങ്ങനെ രണ്ട് വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് രാവിലത്തെ ഭക്ഷണമൊക്കെ ചേച്ചി ചായയൊക്കെ ആക്കി വെച്ചായിരുന്നു. അത് കഴിഞ്ഞ് ഇത് പാറക്കുട്ടിയാണ് കേട്ടോ, ഇത് അവരുടെ തൊട്ടടുത്തുള്ള നെയ്ബറാണ് പാറക്കുട്ടി. അതുപോലെ തന്നെ ഇതാ കുഞ്ഞൂസ് ഡാൻസ് കളിക്കുന്നു. അപ്പോൾ ഹലോ ഗായ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കുഞ്ഞൂസിനോട് പറഞ്ഞപ്പോൾ കുഞ്ഞൂസ് ഹലോ ഗായ്സ് എന്നൊക്കെ പറഞ്ഞ് ഡാൻസൊക്കെ കളിച്ച് കാണിക്കുന്നതാണ് കേട്ടോ. അതുപോലെ ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിക്കുവാണ് ഞങ്ങൾ കേട്ടോ. അപ്പോൾ ചേച്ചി നല്ല ചിക്കൻ കറിയും നെയ്ച്ചോറും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്താ പറയുക, ഞങ്ങൾ പെട്ടെന്ന് പോരാൻ വേണ്ടി പോയതാണ്, പക്ഷെ കഴിക്കാണ്ട് വിടത്തേ ഇല്ലായിരുന്നു. ചേച്ചിയുടെ മമ്മിയും ഇത് രാജേഷ് ഏട്ടനും ചേച്ചിയും അതുപോലെ തന്നെ ഉണ്ണി എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അവരുടെ നെയ്ബേഴ്സാണ് രാജേഷ് ഏട്ടനും ചേച്ചിയൊക്കെ. നല്ല കമ്പനി, അവർ നെയ്ബേഴ്സിനെ പോലെ ഒരു വീട് പോലെയാണ് കഴിയുന്നത്. അങ്ങനെ ചേച്ചിയൊക്കെ സ്ഥലം മേടിച്ച് അവിടെ വീട് വെക്കാൻ മേടിച്ച് അന്ന് തൊട്ടുള്ളൂ പരിചയം കേട്ടോ പുള്ളിക്കാരിയായിട്ട്. നല്ല സപ്പോർട്ടാണ് ചേച്ചിക്ക്. അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് പോന്നു ചേച്ചിയുടെ അടുത്ത്. അപ്പോൾ പോരുന്ന വീഡിയോയിൽ ചേച്ചിയുടെ അടുത്ത് ചെന്ന് കയറി ഫസ്റ്റ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ വന്നിരുന്ന് ഇതാ ഇങ്ങനെ നമ്മൾ മറ്റേ ചോളമൊക്കെ തിന്നുകൊണ്ടിരിക്കുന്നു സിനുവൊക്കെ. അങ്ങനെ ഇതാ ട്രെയിൻ നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ വന്ന് ഇറങ്ങിയ ട്രെയിനാണ് കേട്ടോ. ട്രെയിനകത്ത് കയറുന്ന വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. വന്നിറങ്ങിയതാണ്. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അയ്യോ എവിടെയങ്ങോട്ട് പോയി ഒരു മല മുഴുവൻ ചുമന്നുകൊണ്ട് വിട്ട പോലത്തെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. ഫുള്ള് തിരക്കായിരുന്നു. കുറേ പേര് കയറാതെ പോയി തലശ്ശേരിയിൽ നിന്ന് കേട്ടോ. കയറാൻ തന്നെ ആൾക്കാരൊന്നും കയറിയില്ല. അങ്ങനെ രാത്രിയായി വീട്ടിലെത്തിയപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഒരു ഗ്രീൻ ടീ ഒക്കെ കുടിച്ചു. ചേച്ചി പറഞ്ഞു വല്ലാണ്ട് തടിച്ചിട്ടുണ്ട്, മോള് മെലിയാനുള്ള എല്ലാ പരിശ്രമം ചെയ്തോണമെന്നൊക്കെ പറഞ്ഞു വിട്ട്. എന്നാൽ പിന്നെ അതിൻ്റെ തയ്യാറെടുപ്പൊക്കെ വിചാരിച്ചപ്പോൾ രാവിലെ ചേട്ടായിക്ക് ജോലിക്ക് പോകാനുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ ഇന്ന് മാഗിയാണ് ഉണ്ടാക്കിയത് കേട്ടോ, മുട്ടയും പുഴുങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ.